ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് പുനീത് രാജ്കുമാർ? എനിക്കറിയില്ല, കാരണം എല്ലാ കമന്റ് നോക്കിയാലും രൂപേഷിന് ഇന്റർവ്യൂടെ താഴെ ഹി ലുക്സ് ലൈക്ക് പുനീത് രാജ്കുമാർ. കറക്റ്റ് ഞാൻ പുനീത് രാജ്കുമാർ ആണെന്ന് വിചാരിച്ചു. തോന്നിയിട്ടുണ്ടോ പേഴ്സണലി? എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അവരുടെ കുടുംബക്കാരെ അറിഞ്ഞ എന്നെ പൊക്കി കൊടുക്കുന്നത്. ഇത് 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 എപ്പം മുതലേ കേൾക്കാൻ തുടങ്ങുന്നത്? ഇത് സിനിമ എനിക്ക് വെച്ചാൽ മെക്സിക്കൻ അപാരതിക്ക് ശേഷം മെക്സിക്കൻ അപാരതിക്ക് ശേഷം ഈ പറയുന്ന പോലെ ഞാൻ ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് വെയിറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മറ്റേ ലീൻ ഡൗൺ ആയ സാധനം ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോ അപ്പൊ ഞങ്ങളുടെ ജോലൈനൊക്കെ ഏകദേശം ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്കുമാർ പറയും. അപ്പൊ അങ്ങനെ അപ്പൊ അതേ പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ. അതറിയാം, ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ടർ, ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. ഐ മീൻ പാസ്റ്റ് അറ്റ് വെരി ഏർലി ഏജ്. പക്ഷെ എന്താ പറയാ, ആൾക്കാർ പേഴ്സണാലിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിൽ ഐ ആം നോ വെയർ നിയർ സ്റ്റൈൽ. അതാറ് കാര്യം. മൾട്ടി ടാലന്റ്, അമേസിങ് ആക്ടർ, അമേസിങ് ഡാൻസ് എല്ലാമാണ്. പക്ഷെ ഇഫ് യു ഞാൻ കമ്പാരിസൺ കാഴ്ചയിൽ മാത്രം ചെറിയ ചായത്രേ ഉള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട് ഈ പറയുന്ന എല്ലാ കമന്റുകളും. എനിക്ക് തോന്നുന്നു ഒരു കമന്റ് 90% ആൾക്കാർ പറയുന്ന സെയിം തിങ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ സൂരജൻ എപ്പോഴെങ്കിലും ഭാവിയിൽ ശിവരാജ് കുമാർ ഇന്റർവ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ കാര്യം പറയണേ. ഞാൻ റുപീഷിനെ കോൺടാക്ട് ചെയ്യാം. റുപീഷ് ഹലോ, ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കാം. അല്ലല്ല, ഞാൻ വിളിച്ച അപ്പൊ അവിടെ എത്തിയിരിക്കുക. ആളുകൾ പറഞ്ഞു ഇങ്ങനത്തെ ആളുണ്ട് അറിയുമെന്ന് ചോദിച്ചിട്ട്. ഫേവറേറ്റ് ആക്ടർ അങ്ങനെ നമുക്ക് കാൺ ബ്രിങ് ഡൗൺ ടു വൺ തിങ്. ഈ പറഞ്ഞ തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. അല്ല അത് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ലിസ്റ്റ് ഇസ് ലോങ്. മൈ ഫേവറേറ്റ് ആക്ടർ എന്ന് അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞാൻ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, സി ഐ ടെൽ യു വാട്ട്, ഇപ്പോ ഫോർ മീ ഫഹദ് ഇസ് എ ബ്രില്യന്റ് ആക്ടർ. പക്ഷേ there are movies of ഫഹദ് എനിക്ക് ഭയങ്കര മോശമായിട്ട് അയാൾ അഭിനയിച്ചു, ഭയങ്കര മോശം സിനിമയായിരിക്കും, അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഗംഭീരമായ റോളുകൾ ആണ് നമ്മൾ അവരെ ഫേവറേറ്റ് ആക്കുക. ബട്ട് ഐ ഡു നോട്ട്, അത് പറഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന ഒരു സാധനം എല്ലാ ആക്ടേഴ്സിലും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് എല്ലാവരും ഉണ്ട്. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അവർ ഫേവറേറ്റ്. അവർ അതേ ആക്ടേഴ്സും അത് ഡസന്റ് മീൻ ദേ ബാഡ് ആക്ടേഴ്സ്. പല കാരണങ്ങളും കൊണ്ടായിരിക്കും പെർഫോമൻസ് മോശമായി പോകും. സോ ഐ ഡോണ്ട് സീ. എനിക്കങ്ങനെ ഫേവറേറ്റ് ഇല്ല. ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് ബ്രില്യൻ്റ് ആയിട്ട് പുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സുകുമാരൻ സാറിന് ഭയങ്കര ഇഷ്ടം. മരിച്ചുപോയി. പക്ഷെ നിങ്ങൾ എത്ര കണ്ടുണ്ടാവില്ല എന്ന് എൻ്റെ വിശ്വാസം. കുറുക്കൻ്റെ കല്യാണം കേട്ടിട്ടുണ്ട്. അത് സത്യന്തിക്കാടിന്റെ പടമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ, അതില് ഞാൻ പറയട്ടെ, അതില് സുകുമാരൻ എന്ന നടന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അൺബിലീവബിൾ. ബ്രില്യന്റ് ആക്ടർ എന്നുള്ള കാര്യം ഒരൊറ്റ സിനിമ ഉണ്ടാകും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം. എന്താ പറയാ, എനിക്ക് ആ പടം എത്ര അട്രാക്ഷൻ ആവുന്ന കാര്യം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിനയം, ആ മുഖത്ത് വരുന്ന വികാരങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പോലും എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ പെർഫോമൻസ് എനിക്ക് ആ രണ്ട് മക്കൾക്ക് വരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഗംഭീരമായി. മനസ്സിലായോ? സോ ഇഫ് യു ആസ്ക് മീ ഫേവറേറ്റ് ആക്ടർ, ഞാൻ സുകുമാരൻ ഞാൻ പറയുന്നത്. അങ്ങനെ വിന്റേജ് എന്ന് പറയുന്ന കാര്യം വേറെ ഒന്നുമില്ല. അവർ ചെയ്തത് ഇവിടെ ആരെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പ് നോച്ച് അടിച്ചടിച്ചു പോകാം. അപ്പൊ അത് ഇത്ര പേരുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സിനിമയുടെ മെയിൻ സുഹൃത്ത് എന്താ പ്രശ്നം എന്ന് പറയാം, എല്ലാവരും സ്റ്റാർസ് ആണ്. നോബഡി വാണ്ട്സ് ടു ബിക്കം ആക്ടേഴ്സ്. വി നീഡ് ആക്ടേഴ്സ്. ഞാൻ പറഞ്ഞ എല്ലാം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റാറായിട്ട് അവരെല്ലാം നടന്മാരാണ്. ഇത് എന്ന് റിയലൈസ് ചെയ്യുന്നു ഇവിടെ ഒരു വേറെ ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. സ്റ്റാറിന് വാസ് നത്തിങ്. അതാ പറഞ്ഞു. അപ്പൊ നമ്മൾ ആക്ടിങ്, അത് ഞാൻ പറഞ്ഞു ഇന്നാൾ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ട കാര്യം, ഒരു ഇന്റർവ്യൂല് സത്യന്തിക്കാടിന്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞു എന്ന്, കൊച്ചു പടം ചെയ്യാം, ചെറിയ പടം ചെയ്യാം, ലെറ്റ്സ് ഡു കോണ്ടന്റ് ഡ്രിവൻ മൂവീസ്. അവരുടെ ഹങ്കർ സ്റ്റിൽ ഫോർ ഗ്രേറ്റ് ആക്ടിങ്. അവൻ ആക്ട് എന്ന് പറഞ്ഞാൽ പോകുന്നത്. ആഫ്റ്റർ ബീങ് പാർട്ട് ഓഫ് കുറെ കമേഴ്ഷ്യൽ സിനിമകളുടെ പാട്ടായിട്ടോ അല്ലെങ്കിൽ കുറെ ബിഗ് ബഡ്ജറ്റ് പാട്ടായിട്ടോ, ലൈക് ദേ നീഡ് സം പണ്ടത്തെ പടങ്ങൾ ചെയ്യണം, ചെറിയ പടം കോണ്ടന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. കാതലുണ്ട്, നൻപകൽ നേരത്തെ സ്മോൾ ഡ്രിവൻ കോണ്ടന്റ് ഡ്രിവൻ മൂവീസ്. അപ്പൊ അതേപോലെ എല്ലാവരും ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിച്ച് ഗ്രേറ്റ് ആക്ടേഴ്സ് ചെയ്യാം. പക്ഷെ അത് നടക്കുമോ? പുതിയ ആൾക്കാർ ചിന്തിക്കണം. ഇപ്പൊ വരുന്ന ആക്ടേഴ്സ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം അതായത് സ്റ്റാർഡ് അല്ല, ഇറ്റ് ഈസ് കോണ്ടന്റ്. ഐ നീഡ് ടു എപ്പോഴും പുഷ് മൈസെൽഫ് ആസ് ആൻ ആക്ടർ എന്നൊരു സംഭവം ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ആക്ടേഴ്സ് ആർ പുഷിംഗ് ദെംസെൽവ്സ്.
ഹൗ യു ഡിഫൈൻ യുവർ സെൽഫ് രൂപേഷ് എന്ന് പറയുമ്പോൾ രൂപേഷിനടുത്ത് ഞാൻ ചോദിക്കാണ് രൂപേഷിനെ എങ്ങനെ ഇപ്പൊ രൂപേഷിന് എനിക്കൊരു പരിചയമില്ല ഇമാജിൻ ലൈക്ക് എനിക്കൊരു പരിചയമില്ല നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ സംസാരിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഹൗ യു ഡിഫൈൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഇൻ 3 words what will be that? ഡിഫൈൻ മൈ സെൽഫ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ ഡിഫൈൻ ചെയ്യാനാണോ? Just define. I am very warm, ഞാൻ warm ആണ്, sensitive ആണ് എന്നൊക്കെ പറയില്ലോ. ഐ എം എ മിക്സ്ഡ് ഫീലിംഗ് ഇമോഷണൽ ഉള്ള ആളത്. എനിക്ക് ഞാൻ ഇന്നതാണെന്ന് ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് ഇങ്ങനെ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓൾ ഡിപെൻഡ്സ് ഹൗ യു ട്രീറ്റ് മീ. You treat me good, you find the best version. You treat me bad, you find the worst version. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇൻ സെൻസ് ഞാൻ മൂത്ത കാര്യം പറയും, അത് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ജനസിൻ്റെ കുളം എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷേ എഗെയിൻ ഞാൻ ഇന്റൻഷൻ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഐ തിങ്ക് ഐ ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ്. ഞാൻ ഇഷ്ടമാണ് ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലായി. പക്ഷെ ഐ സ്റ്റോപ്ഡ് ഇറ്റ് ലോങ് ബാക്ക്. What made you to stop that? അത് അന്ന് ഇമ്മെച്യൂരിറ്റി ആയിരുന്നു. നൗ ഐ തിങ്ക് ഐ ഹാവ് റീച്ച്ഡ് ദാറ്റ് മെച്യൂരിറ്റി തിങ്. സോ ഐ ഡിസൈഡ് നോട്ട് ടു ഡു ഇറ്റ് എനിമോർ. ആരും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, കാരണം യു നെവർ നോ വാട്ട് ഗോണ ഹാപ്പൻ. നമുക്ക് ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ മൊമെന്ററി പോയിന്റിൽ ഇൻസൾട്ട് ചെയ്തു, എന്താ പറയുക, പിന്നീട് നമുക്കത് തിരിച്ചെടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞു, നമ്മൾ പറഞ്ഞ സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല. സെറ്റ്. അപ്പം അതുകൊണ്ട് ഐ യൂസ് ടു ഡു ദാറ്റ് എ ലോട്ട്. ഞാൻ കണ്ടുപിടിച്ച് തേടി പിടിച്ചിരുത്തി യൂസ് ടു അബ്യൂസ് ആൻഡ് ഇൻസൾട്ട് ഉണ്ട്. ഐ യൂസ് ടു ഡു ദാറ്റ്. പക്ഷെ അത് ഞാൻ നിർത്തി. അപ്പോൾ എനിക്ക് ഐ റിഗ്രറ്റ് ഓൾ ദോസ് തിങ്സ് വാട്ട് ഐ ഡൺ ദ പാസ്റ്റ്. Still you having that regret? I still have that regret. പക്ഷേ ഐ കാൻറ്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മൂത്തോയി കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ഇൻവോൾവ് ആവുന്ന വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ മൂത്തോയി കാര്യം പറയും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ബിക്കോസ് അഗെയിൻ ഇറ്റ്സ് പോയിന്റ്ലെസ് യു പുട്ടിങ് ഔട്ട് യുവർ തോട്ട്സ്. അഭിപ്രായം എന്ത് കാര്യമായിരിക്കും? ഇപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യത്തിൽ മാറ്റം വരികയാണെങ്കിൽ ഞാൻ അഭിപ്രായം പറയും, ഇല്ലെങ്കിൽ ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. അതായത് നോട്ട് മൈ മങ്കി നോട്ട് മൈ ബിസിനസ്. അതാണ് എൻ്റെ എക്സാക്ട്ലി നോട്ട് മൈ ബിസിനസ് ഞാൻ പറയും. കാരണം വേറെ ഒന്നുമല്ല, ഐ എം നോട്ട് എ വേൾഡ് ക്രിട്ടിക്. സത്യം, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ വേൾഡ് ക്രിട്ടിക്. കാരണം ഐ എം ഇൻ വൺ ബിസിനസ് വേ ഐ നീഡ് ഫ്രണ്ട്സ് ഇൻ ദിസ് നെറ്റ്വർക്കിംഗ് തിങ്. സിനിമ ഇൻഡസ്ട്രി അങ്ങനെയാണ്. എനി ബിസിനസ് ഫോർ ദാറ്റ് മാറ്റർ യു നീഡ് ഫ്രണ്ട്സ്, യു ഡോണ്ട് നീഡ് ഫോഴ്സ്. ഇപ്പം ഈ പറയുന്നത് പോലെ എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ യു കാൺ ബി ബ്രൂട്ട്ലി ഓണസ്റ്റ് ടു ഫോഴ്സ്. യു കാൺ ബി. കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത്, ചില പടങ്ങൾ മോശം സിനിമ കണ്ടിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആക്ടറോ കണ്ടു ഞാൻ കണ്ടില്ല, പ്രശ്നം നിർത്തി. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ കണ്ടു. സ്റ്റിൽ ഐ എം ബീങ് പൊളൈറ്റ്. അതാണ് കാര്യം. സോ ലെറ്റ്സ് കീപ് ഇൻ ദാറ്റ്. ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കുറെ പേർക്ക് ഭയങ്കര ബോൾഡ് ആൻഡ് സീരിയസ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ രൂപേഷ് എന്ന പേഴ്സൺ ഹ്യൂമർ പടം ചെയ്ത് അതൊരു റിവെഞ്ചിലൂടെ പടം ചെയ്ത ഓഡിയൻസിന്റെ ക്ലാപ്പ് മേടിക്കാൻ അതിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരാളാണ്. അപ്പൊ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കോ ആക്ടിങ് ഡയറക്ഷനിലൊക്കെ? ഇല്ലില്ല, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒപ്പീനിയൻ ഞാൻ പറയും. So again it depends on the director whether he wants to incorporate or not. ഇപ്പോൾ അനുഷ് ഇപ്പോൾ മൂപ്പരെല്ലാം ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതാണ്. നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാനിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചേളി ചെയ്തെന്ന് പറയും. അപ്പം ചെയ്ത് കഴിയുമ്പോൾ ഇനി അതൊന്ന് ചിലപ്പോൾ അത് ഓവർ ദ ടോപ്പ് ആണോ ചിലപ്പോൾ താഴെയാണോ അത് പറഞ്ഞുതരും, ആ മീറ്റർ പറഞ്ഞുതരും, അത്രയും പോണ്ട താഴ്ത്തി പിടിച്ചോ എന്ന് പറയും. അതാ പറഞ്ഞത്. ഇപ്പം എൻ്റെ നല്ല എക്സ്പീരിയൻസ് അനുഷിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നത്തെ കാര്യം പറയും, ഓരോ ഡയറക്ടേഴ്സിന്റെ വിഷൻ ഡിഫറെന്റ് ആണ്. വി ഹാവ് അവർക്ക് എത്ര പറഞ്ഞാലും അവസാനം അവർ ഇൻവിഷൻ ചെയ്യുന്ന സാധനം നമുക്ക് അവസാനം സിനിമയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ട്രസ്റ്റ് ദ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സോ ഐ ഓൾവേസ് ട്രസ്റ്റ് മൈ ഡയറക്ടർ. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും, ഐ ഡോണ്ട് നോ. സോ ലെറ്റ്സ്